നിങ്ങളെ കുഴിയിൽ കിടക്കുന്നത് കണ്ടിട്ട് നടന്നു പോകാൻ, മുമ്പോട്ട് പോകാൻ ഒരു ശകലം പോലും മനസ്സ് ഇല്ലാത്തവനാണ് യേശു. നിങ്ങൾ കുഴിയിൽ കിടക്കുന്നത് കണ്ടാൽ, എൻ്റെ മക്കൾ കുഴിയിൽ കിടക്കുന്നത് കണ്ടാൽ ഞാൻ അവരെ രക്ഷിച്ചിരിക്കും. അത്യുന്നതന്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അത്യുന്നതൻ മനുഷ്യനായി വന്ന, ജഡമായി തീർന്ന നസ്രയനായ യേശുവിൻ്റെ സത്യ ഏകദൈവത്തിൻ്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ശാബത്ത് നിങ്ങൾ ആചരിക്കുമ്പോൾ എന്ന് വെച്ചാൽ അവൻ്റെ സ്വസ്ഥതയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ വാക്കുകളാണ്, ഐ ആം ദ ലോർഡ് ഓഫ് സാബത്ത്. ഞാൻ ശാബത്തിൻ്റെ കർത്താവാകുന്നു. ഐ ആം ദ ലോർഡ് ഓഫ് സാബത്ത്. First of all, he uses the word Lord, L-O-R-D. That means Y-H-W-H, Yudhe Vavhe. I am the Lord. I am Yudhe Vavhe. യഹോവ മനുഷ്യനായി വന്ന, മനുഷ്യനായി അവതരിച്ചവൻ തന്നെയാണ്. ദ ഗോഡ് ഓഫ് ബൈബിൾ, ദ വൺ ഗോഡ് ഓഫ് ബൈബിൾ തന്നെയാണ് യേശു എന്ന് ഐ ആം ദ ലോർഡ് എന്ന് പറഞ്ഞ്, ഐ ആം YHWH എന്ന് പറഞ്ഞ് യേശു ഒരുപാട് പ്രാവശ്യം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. വിശ്വസിക്കുക, ആദ്യമായിട്ട് ഇത് വിശ്വസിക്കുക. ബൈബിളിലെ പരമപ്രധാനമായ സത്യം നിങ്ങൾ വിശ്വസിക്കാൻ മടി കാണിക്കുമ്പോൾ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാതെ പോകുന്നു. ഇൻ കേസ് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നടന്നെങ്കിലും, വളരെയധികം അനുഗ്രഹീതരാണെങ്കിലും ഞാൻ പറയുകയാണ്, ബൈബിളിലെ സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഐ ആം ദ ലോർഡ് ഓഫ് സാബത്ത്. ജീസസ് ക്രൈസ്റ്റ് സെഡ്, ഐ ആം ദ ലോർഡ് ഓഫ് സാബത്ത്. ഞാൻ ശാബത്തിൻ്റെ കർത്താവാകുന്നു. ഐ ആം YHWH. ശാബത്തിൻ്റെ കർത്താവാകുന്നു. ഈ ശാബത്തിൻ്റെ കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് രണ്ട് തരത്തിലുള്ള ഇൻ്റർപ്രിട്ടേഷനാണ് ഇവിടെ പറയാനുള്ളത്. ഒന്ന്, ശിഷ്യന്മാർ അവർ നടന്നു പോകുന്ന വഴിക്ക് എന്തോ ധാന്യങ്ങൾ പറിച്ച് അവരുടെ കൈകൊണ്ട് തിരുമ്മി കഴിക്കുമ്പോൾ പരീക്ഷന്മാർ വന്ന് അവിടെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ഹൈപ്പർ ക്രിട്ടിക്കൽ ഫാരിസീസ്. അവർ ഹൈപ്പർ ക്രിട്ടിക്കലാണ്. അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എവിടെ എന്ത് പ്രശ്നമുണ്ട്, ആര് അപ്രകാരം എഴുതിയിട്ടുണ്ട്, അതിനെതിരെയായിട്ട് ആര് പ്രവർത്തിക്കുന്നു, ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, അതിനെതിരെയായിട്ട് ആര് എന്ത് പ്രവർത്തിക്കുന്നു. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് യേശുക്രിസ്തു വളരെ ശക്തമായിട്ട് അവർക്ക് എതിരെ പറയുകയാണ്. യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ കരുണയാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ ശിഷ്യന്മാർ വിശന്നിട്ട് അവർ ധാന്യങ്ങൾ പറിച്ച് തിന്നുന്നതാണെന്നുള്ളത് എനിക്കറിയാം. ഒരുപക്ഷെ ശാബത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് അത് തെറ്റായിരിക്കും, പക്ഷേ ഞാൻ കരുണ കാംക്ഷിക്കുന്നവനാണ്. അവരോട് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ദാവീദ് തനിക്ക് വിഹിതമില്ലാത്ത അപ്പം തിന്നിട്ടും നിങ്ങൾക്ക് അതൊന്നും കുഴപ്പമില്ല. ഈവൻ പുരോഹിതന്മാർ പോലും വിഹിതമില്ലാത്ത ഭക്ഷണം അല്ലെങ്കിൽ ദ ലോർഡ്സ് ബ്രെഡ് കഴിക്കുന്നത് നിങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തു പറയാണ്, ഐ ആം ദ ലോർഡ് ഓഫ് സാബത്ത്. കാരണം ഹൈപ്പർ ക്രിട്ടിസൈസിങ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു ഫാരിസീസ്. മൈൻഡ്ലെസ് ക്രിട്ടിസൈസിങ്. മൈൻഡ്ലെസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആകെ കാണാനുണ്ടായിരുന്നത് എഴുതി വെച്ചിരിക്കുന്നതിന് അപ്പുറം ഇപ്പുറമായിട്ട് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ, എഴുതി വെച്ചിരിക്കുന്നതിൽ നിന്ന് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് അവരോട് പറയുകയാണ്, ഡോണ്ട് ക്രിട്ടിസൈസ്, ഐ ആം ദ ലോർഡ്, ഐ ആം ദ ലോർഡ് ഓഫ് സാബത്ത്. അവർ സ്വയമായിട്ട് ഒരു ലോർഡ്ഷിപ്പൊക്കെ ഏറ്റെടുത്താണ് അവർ അന്നത്തെ ആൾക്കാരെ വളരെ മോശമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴും യഹോവ പറയുകയാണ്, അല്ലെങ്കിൽ യേശു പറയുകയാണ്, അവരുടെ പ്രവർത്തികൾ, അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ യേശുവിനറിയാം. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന താനാണ് കുറ്റം വിധിക്കേണ്ടത് എന്നുള്ളത് അവിടെയും വളരെ വ്യക്തമായിട്ട് യേശു പറഞ്ഞു തരികയാണ്. പ്ലീസ് സ്റ്റോപ്പ് ക്രിട്ടിസൈസിങ് അതേഴ്സ്. അപ്രകാരം എഴുതിയിട്ടുണ്ട്, ഇപ്രകാരം എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പരീശന്മാരെ പോലെ ന്യായപ്രമാണങ്ങൾ എടുത്തു വെച്ച്, പഴയ നിയമത്തിലെ ന്യായപ്രമാണങ്ങൾ എടുത്തു വെച്ച് നിങ്ങൾ കുറ്റം വിധിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ശാബത്ത് ദിവസം, പഴയ നിയമത്തിലെ ശാബത്ത് ദിവസം, പുതിയ നിയമത്തിൽ അതിനൊരു പുതിയ മാനം വന്നു, പുതിയ നിയമത്തിൽ അതിനൊരു പുതിയ മീനിങ് വന്നു. അത് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകട്ടെ. ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ദൈവം ഐ ആം ദ ലോർഡ് ഓഫ് സാബത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ആരും വിചാരിക്കരുത് ഞാൻ ലോർഡാണ് അല്ലെങ്കിൽ ഞാൻ ദൈവമാണ്, ഈ ലോസും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഇതൊന്നും എനിക്ക് ബാധകമല്ല എന്നുള്ള കാര്യമല്ല ദൈവം അവിടെ കാണിച്ചു തന്നത്, യേശു അവിടെ കാണിച്ചു തന്നത്. ഇന്ന് പല പ്രീച്ചേഴ്സും പറഞ്ഞു നടക്കുന്നത് അതാണ്. കാരണം ലോർഡ് ജീസസ് ക്രൈസ്റ്റിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ലോസ് ഓവർ റൂൾ ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു. നോ, Our God is a righteous God. Please try to understand. നിങ്ങൾ വചനം വായിക്കുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ നിങ്ങൾ മനസ്സിലാക്കിയാൽ ഈ വചനത്തിൽ യഹോവ എന്താണ് കരുതിയിരിക്കുന്നത് എന്നുള്ള റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിലോട് കൂടി തന്നെ നിങ്ങളെ പരിശുദ്ധാത്മാവ് നടത്തുന്നതായിരിക്കും. ഇതിനായിട്ട് ആദ്യം ദൈവത്തെ അറിയുക, ദൈവത്തിലുള്ള നല്ല തിരിച്ചറിവ്, ദൈവത്തെക്കുറിച്ചുള്ള നല്ല തിരിച്ചറിവോടുകൂടി ബൈബിളിലെ സ്ക്രിപ്റ്റേഴ്സൊക്കെ വായിക്കുക.
നിങ്ങൾക്ക് ശരിയായ അറിവ്, അണ്ടർസ്റ്റാൻഡിങ് ലഭിക്കുന്നതായിരിക്കും. ദൈവം ഒരു ലോസും ഒന്നും ഓവർ റൂൾ ചെയ്തിട്ടില്ല, ഒരു റൂൾസും തിരിച്ചു മറിച്ചിട്ടുമില്ല. 3 സുവിശേഷത്തിലും പ്രതിപാദിക്കുന്ന സ്ക്രിപ്ചറാണിത്. പരീശന്മാർ ന്യായപ്രമാണത്തിൻ്റെ പേരും പറഞ്ഞ തൻ്റെ ശിഷ്യന്മാരെ കുറ്റം വിധിക്കുന്നത് കാണുമ്പോൾ അവരെ ശാസിക്കുന്ന, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ തൻ്റെ ശിഷ്യന്മാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന യേശുവിനെ കുറിച്ച് വളരെയധികം സ്പിരിച്വൽ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു വേദഭാഗമാണിത്. യേശു വളരെ വ്യക്തമാക്കുകയാണ്, ഡു നോട്ട് ട്രൈ ടു പാസ് ജഡ്ജ്മെൻറ്റ് ഓൺ അതേഴ്സ്, ഡു നോട്ട് ജഡ്ജ് അതേഴ്സ്, ഐ ആം ദെയർ ഫോർ ഇറ്റ്, ഐ ആം ദ ലോർഡ്, ഡോണ്ട് ടേക്ക് മൈ അതോറിറ്റി ഇൻ യുവർ ഹാൻഡ്സ്, ഐ ആം ദ ലോർഡ്, ഡോണ്ട് ട്രൈ ടു ബിഹേവ് എസ് ലോർഡ്സ്, ഐ ആം ദ ലോർഡ് ഓഫ് ശാബത്ത്, ഞാൻ ശാബത്തിൻ്റെ കർത്താവാകുന്നു എന്ന് പറഞ്ഞ് ഈ ഒരു വേഴ്സിൻ്റെ ഒരു വശമാണ് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചത്. ഇനി മറ്റൊരു വശമുണ്ട്. യേശു എന്താണ് ശാബത്തിൽ ചെയ്തത് എന്നുള്ളത് 4 സുവിശേഷങ്ങളിലുമായിട്ട് പലയിടത്തും പറഞ്ഞിരിക്കുന്നുണ്ട്. യേശു പലരെയും സൗഖ്യമാക്കി. കൂനിയായ സ്ത്രീയെ അങ്ങോട്ട് ചെന്നാണ് സൗഖ്യമാക്കിയത്. യേശു കണ്ടു, അവളെ കണ്ട, എന്നെ കാണുന്ന കർത്താവ് എന്ന് പറഞ്ഞ കാര്യമാണ് അവിടെ നിവർത്തിയാക്കിയത്. അങ്ങോട്ട് ചെന്ന് അവളെ കണ്ട യേശു സൗഖ്യമാക്കി. നിങ്ങളുടെയും ഒക്കെ പ്രതിസന്ധികൾ കാണുന്ന ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങളെയും പ്രതിസന്ധിയിൽ നിന്ന് പുറത്ത് കടത്തണമെന്ന്, നിങ്ങളെയും സൗഖ്യമാക്കണമെന്ന്, നിങ്ങൾക്കും പ്രോസ്പെരിറ്റി തരണമെന്ന്, നിങ്ങൾക്കും ജോലി തരണമെന്ന്. അതിനായിട്ട് എന്താണ് ചെയ്യുന്നത്? എൻ്റർ ഇൻ ടു ഹിസ് റെസ്റ്റ്. അവൻ്റെ ശാപത്തിലേക്ക് നിങ്ങൾ, അവൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക. വരണ്ട കൈയുള്ള ഒരു മനുഷ്യനെ യേശു സൗഖ്യമാക്കുന്നത് പരീശന്മാരുടെ മുമ്പിലേക്ക് വിളിച്ചു വരുത്തിയാണ്. പരീശന്മാർ കാണുന്നുവെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് യേശു അവനോട് കൈ നിവരുക എന്ന് പറഞ്ഞ് അവന് സൗഖ്യം കൊടുക്കുന്നത്. 38 വർഷമായിട്ട് തളർന്നു കിടന്ന ബേത്ശേദ കുളത്തിൻ്റെ അടുക്കൽ കിടന്ന ആ ഒരു മനുഷ്യനും യേശു അങ്ങോട്ട് ചെന്ന് നിനക്ക് സൗഖ്യം വേണോ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ സൗഖ്യമാക്കുകയായിരുന്നു. ഇതെല്ലാം യേശു ചെയ്തത് ശാബത്ത് ദിവസമാണ്. ഈ ശാബത്ത് ദിവസം ഇതൊക്കെ ചെയ്തത് കൊണ്ട് ഇതെല്ലാം നിവർത്തിയാകുകയാണ്. പ്രോമിസസ്. വെൻ യു എൻ്റർ ഇൻ ടു ഹിസ് റെസ്റ്റ്, ഹി ഡസ് വർക്ക്. ഹി വർക്ക്സ് വെൻ യു ടേക്ക് റെസ്റ്റ്. Please try to understand this. It is very important that you have to enter into his rest. You should enter into his rest. നിങ്ങൾ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുമ്പോൾ യേശുവിൻ്റെ വർക്ക്, അവൻ്റെ പ്രവൃത്തികൾ തുടങ്ങുകയായി. ഓരോ പ്രാവശ്യവും സൗഖ്യം കൊടുത്ത യേശുവിനെ പരീശന്മാർ വളരെയധികം പിച്ച് ചീന്താൻ ശ്രമിക്കുന്നതായിട്ടാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. വളരെ മോശമായിട്ട് യേശുവിൻ്റെ പുറകെ നടന്ന് അവർ പലതരത്തിലുള്ള വാക്കുകൾ പറഞ്ഞ് അവനെ വേദനിക്കുകയാണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ശാപത്തിൽ എന്തുകൊണ്ട് നീ പ്രവർത്തിക്കുന്നു എന്നുള്ളത്, എന്ന് പറഞ്ഞാൽ ശാപത്തിൽ മറ്റൊരു പ്രവൃത്തിയും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്രകാരം എഴുതിയിരിക്കുന്നു. പക്ഷേ അപ്രകാരം എഴുതിയിരിക്കുന്നതിന് ബദലായിട്ടാണ് യേശു പ്രവർത്തിച്ചത്. ഇതിന് വളരെ നന്നായിട്ട് യേശു മറുപടി പറയുന്നു. ദ വേർഡ്സ് ഓഫ് ജീസസ്, ദ വേർഡ്സ് ഓഫ് കംഫർട്ട്, ദ വേർഡ്സ് ഓഫ് വിസ്ഡം. യേശു മറുപടി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ വചനം എനിക്ക് പറ്റുന്നെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. പക്ഷേ ഇപ്പോൾ എൻ്റെ മെമ്മറിയിൽ നിന്ന് ഞാൻ പറയുകയാണ്, മേ ബി അത് കുറച്ചൊക്കെ വ്യത്യാസമായിരുന്നേക്കാണ്. കാരണം ബൈബിളിലെ വചനങ്ങൾ കാണാതെ പഠിക്കുന്നതിനെക്കാട്ടിൽ ഉപരിയായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നത് അതിൻ്റെ പിറകിലുള്ള അർത്ഥത്തെയാണ്. അപ്പോൾ ഒരു ഇൻസ്റ്റൻസിൽ യേശു പരീശന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ കാളയോ കഴുതയോ ഒരു കുഴിയിൽ വീണ് കിടക്കുന്നത് കണ്ടാൽ നിങ്ങളതിനെ അതിൽ നിന്ന് വലിച്ച് കയറ്റത്തില്ലയോ? മറ്റൊരു ഇൻസ്റ്റൻസിൽ യേശു പറയുകയാണ്, നിങ്ങളുടെ കാളയോ കഴുതയോ നിങ്ങൾ തൊഴുത്തിൽ നിന്നും ശാബത്ത് ദിവസമാണെങ്കിലും അതിന് വെള്ളം കൊടുക്കാൻ വേണ്ടി തൊഴുത്തിൽ നിന്നും നിങ്ങൾ അഴിച്ചു മാറ്റി വെള്ളം കൊടുക്കത്തില്ലയോ എന്നുള്ളത്. അപ്പോൾ ഈ 2 വചനത്തിൽ കൂടി വളരെയധികം പ്രൊട്ടക്റ്റീവായിട്ടുള്ള, കൺസോളിംഗ് ആയിട്ടുള്ള വചനങ്ങളാണിത്. നിങ്ങൾ ഈ വചനത്തെക്കുറിച്ച് മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങളൊരു പക്ഷേ ഇന്ന് കുഴിയിൽ കിടക്കുന്ന ആളായിരിക്കും. നിങ്ങളൊരു പക്ഷേ എന്തോ ആഗ്രഹിച്ച്, വെള്ളത്തിനായിട്ട് ആഗ്രഹിച്ച് ഇരിക്കുന്ന ഒരാളായിരിക്കും. യേശു പറയുകയാണ്, എൻ്റെ മക്കൾ കുഴിയിൽ കടന്നാൽ ഞാൻ അവിടെ നിൽക്കും. എൻ്റെ മക്കൾ കുഴിയിൽ കടന്നാൽ ഞാൻ അവിടെ നിൽക്കും. അവരെ ഞാൻ രക്ഷിച്ചേ മതിയാകത്തുള്ളൂ. I am the Lord of Sabbath. I do work for you. When you go into rest, when you enter into his rest, he will start working. He will take you out from your pit. He will take you to the wonderful greener pastures. ഓർക്കുക, മെരീബ വെള്ളത്തിങ്കിൽ അവർ കലഹിച്ചെങ്കിലും അവർ ദൈവത്തിൽ വിശ്വസിച്ചില്ലെങ്കിലും വെള്ളം കൊടുത്തു. ആദ്യം വെള്ളം കൊടുത്തു.
ഇതൊക്കെ നിങ്ങൾ ഈ സ്ക്രിപ്റ്റേഴ്സൊക്കെ പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ കോറിലേറ്റ് ചെയ്യുമ്പോൾ, നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എത്ര നല്ലവനാണ് യഹോവ. യഹോവ ജഡം ധരിച്ചവൻ തന്നെയാണ് യേശു. അതേ നന്മകൾ തന്നെയാണ് ഈ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ നമ്മൾ കാണുന്നത്. നിങ്ങളെ കുഴിയിൽ കിടക്കുന്നത് കണ്ടിട്ട് നടന്നു പോകാൻ, മുമ്പോട്ട് പോകാൻ ഒരു ശകലം പോലും മനസ്സ് ഇല്ലാത്തവനാണ് യേശു. നിങ്ങൾ കുഴിയിൽ കിടക്കുന്നത് കണ്ടാൽ, എൻ്റെ മക്കൾ കുഴിയിൽ കിടക്കുന്നത് കണ്ടാൽ ഞാൻ അവരെ രക്ഷിച്ചിരിക്കും. ജീസസ് ക്രൈസ്റ്റ് ഓഫ് നാസറേത്ത്, ഇറ്റ് ഈസ് ഹിസ് പ്രോമിസ്, ഐ ആം ദ ലോർഡ് ഓഫ് സാബത്ത്, ബട്ട് ഫോർ ദാറ്റ് യു ഹാവ് ടു എൻ്റർ ഇൻ ടു ഹിസ് റെസ്റ്റ്. എൻ്റെ മക്കൾ കുഴിയിൽ കിടന്നാൽ ഞാൻ അവരെ വലിച്ചു കയറ്റും. നിങ്ങളൊരു പക്ഷേ ഇന്ന് കുഴിയിൽ കിടക്കുന്ന ആളായിരിക്കും, ഡാഡ് എൻഡിൽ എത്തി നിൽക്കുന്ന ആളായിരിക്കും. നിങ്ങളെ വലിച്ചു കയറ്റാൻ, നിങ്ങളെ രക്ഷിക്കാൻ യേശുക്രിസ്തു വളരെയധികം ആഗ്രഹിക്കുന്നു. ഇറ്റ് ഈസ് ഹിസ് ഹാർട്ട്. ഇസ്രായേൽ മക്കൾക്ക് വെള്ളം കൊടുത്ത യേശുവിൽ വിശ്വസിക്കുക, യഹോവയിൽ വിശ്വസിക്കുക. പ്ലീസ്, നിങ്ങളൊരു പക്ഷേ ഇന്ന് പുൽത്തകിടി ആഗ്രഹിച്ച് കിടക്കുന്ന ഒരാളായിരിക്കും, വെള്ളം ആഗ്രഹിച്ച് കിടക്കുന്ന ഒരാളായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ഏത് ആവശ്യങ്ങളും നിറവേറ്റാൻ ദൈവം ബാധ്യസ്ഥനാണ്, അവനതിന് മനസ്സുണ്ട് എന്നുള്ള നല്ല വർത്തമാനം നിങ്ങൾ ഇന്ന് കേൾക്കുക. കം fall in love with the word of God and fall in love with Jesus. Fall in love with Jesus.